നിങ്ങൾ ആത്മീയരാണോ? യേശു കർത്താവിനെ രക്ഷകനും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആയുധങ്ങൾ നൽകപ്പെട്ടു കഴിഞ്ഞു. ജഡീകമായ ആയുധങ്ങൾ അല്ല, പകരം ആത്മീയ ആയുധങ്ങൾ. നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ആയുധങ്ങൾ എന്താണ്? ജീവിതത്തിൽ ശത്രുവിനെതിരെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്ത് എന്ന് കാണുമ്പോൾ നിങ്ങൾ ആത്മീയരാണോ അല്ല നിങ്ങൾ ജഡീകരാണോ എന്ന് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളുടെ ആയുധങ്ങൾ കണ്ടിട്ട് ശത്രുവും ലോകവും പറയട്ടെ നിങ്ങൾ ആത്മീയർ ആണ് എന്ന്. 2 കൊരിന്ത്യർ 10:4 പറയുന്നു, നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങൾ അല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നമ്മൾ ആത്മീയരായതുകൊണ്ട് ജഡത്തിൻ്റെ ആയുധങ്ങൾ എടുക്കുകയില്ല. പകരം നമ്മൾ ആത്മീയരായതുകൊണ്ട് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ള ആത്മാവിൻ്റെ സർവായുധ വർഗത്തിൽ തന്നെ നാം നിറയപ്പെടേണ്ടത് ആവശ്യം. ശത്രുവിനപ്പോൾ ആയുധമുണ്ടോ? വേദപുസ്തകം പറയുന്നു, കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രൂശിലെ മരണത്താൽ കർത്താവ് യേശു ക്രിസ്തു വാഴ്ചകളെ അധികാരങ്ങളെ കാൽവരി ക്രൂശിന് മുമ്പിൽ വെച്ച് ആയുധവർഗം വൈപ്പിച്ച് അവയെ പരാജയപ്പെടുത്തി. സാത്താൻ്റെ ആയുധവർഗം വൈപ്പിച്ച് കർത്താവ് യേശു അവയെ പരസ്യമായി പരാജയപ്പെടുത്തി. പരാജയപ്പെട്ട സാത്താൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഇല്ല. പിശാച് നിരായുധൻ ആണ്. എന്നാൽ നിങ്ങളുടെ കയ്യിൽ കർത്താവ് ശക്തിയേറിയ ആയുധങ്ങൾ തന്നിട്ടുണ്ട്. യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ രക്തം, ദൈവത്തിൻ്റെ വചനം, ഉപവാസവും പ്രാർത്ഥനയും സ്തുതിയും ആരാധനയും എന്നു തുടങ്ങി ജയത്തിൻ്റെ ആയുധങ്ങളെ ദൈവം തന്നു കഴിഞ്ഞു. അതുകൊണ്ട് ജഡത്തിൻ്റെ ആയുധങ്ങൾ വേണ്ട. നാസീർ വ്രതസ്ഥനായിരുന്നല്ലോ ശിംശോൻ. അവനൊരിക്കലും ജഡത്തെ തൊടുവാൻ പാടില്ല, അഥവാ ശവത്തെ അവൻ സ്പർശിക്കുവാൻ പാടില്ല. അതാണ് നാസീർ വ്രതസ്ഥൻ്റെ പ്രമാണം. എന്നാൽ ചത്തുകിടന്നതായ ഒരു കഴുതയുടെ പച്ച താടിയെല്ലെടുത്ത് കുന്ന് 2 എന്ന് പറഞ്ഞ് അവൻ കൊന്ന് ഒരു താൽക്കാലിക ജയം ആത്മീയർ ആയിരിക്കേണ്ട ശിംശോൻ നേടുകയുണ്ടായി. ആത്മീയരായ നാമം ചിലപ്പോൾ ജഡത്തിൻ്റെ ആയുധങ്ങളിലേക്ക് തിരിഞ്ഞ് താൽക്കാലിക ജയം നമുക്ക് കിട്ടുമായിരിക്കും. എന്നാൽ ശിംശോൻ്റെ ജയം താൽക്കാലികമായിരുന്നു. പിന്നത്തേതിൽ അവൻ ബലിയുടെ മുൻപിൽ പരാജയപ്പെട്ടു. സഹോദരങ്ങളെ, ജഡത്തിൻ്റെ ആയുധങ്ങളിലേക്ക് തിരിയരുതേ. നമ്മുടെ ജയം താൽക്കാലികമല്ല. നമ്മുടെ ദൈവം എറ്റേണൽ, നമ്മുടെ ദൈവം നിത്യനായതുകൊണ്ട് എന്നും ജയം, എപ്പോഴും ജയം, എവിടെയും ജയം. ജീവിക്കുന്നത് തന്നെ ജയിപ്പാനാണ്. നമ്മുടെ ജയം നിത്യ ജയമായി തീരുവാൻ ആത്മാവിൻ്റെ ആയുധം മാത്രം നമുക്ക് കൈകാര്യം ചെയ്യാം. വേണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന് 12-ലധികം ലെഗ്യോൺ ദൂതന്മാരെ ഇറക്കി ജഡത്തിൽ പൊരുതാമായിരുന്നു. ഗദശമനിയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനോട് ഒന്ന് ചോദിച്ചാൽ മതി. 12-ലധികം ലെഗ്യോൺ ദൂതന്മാർ എന്ന് വെച്ചാൽ 72,000 ദൂതന്മാരെ ഇറക്കി പൊരുതുവാൻ യേശുവിന് കഴിയുമായിരുന്നു. കർത്താവ് യേശു ജഡത്തിൽ പൊരുതിയില്ല. ക്ഷമിച്ചു, വേദന സഹിച്ചു, തകർക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, മരണം ഏറ്റെടുത്തു, ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ അവൻ നാറുവാൻ പിതാവായ ദൈവം സമ്മതിച്ചില്ല. ഗ്യാരണ്ടിയായി ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, നിങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ലെങ്കിൽ നിങ്ങൾ നാറുവാൻ ദൈവം സമ്മതിക്കയില്ല. ഈ തലമുറയിലും ക്രിസ്തുവിൻ്റെ സുഗന്ധം ഏറ്റെടുത്ത് ഒരു ഉയർപ്പിൻ്റെ കാഹളധ്വനിയുമായി നിങ്ങൾ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. ജയം നിങ്ങൾക്കുള്ളതത്രേ. അതുകൊണ്ട് ജഡത്തിൽ പൊരുതേണ്ട, ആത്മാവിൽ പൊരുതിയാട്ടെ. ആത്മാവിൽ പൊരുതുമ്പോൾ നിങ്ങളുടെ ജയം നിത്യമായ ജയമത്രേ. യേശു കർത്താവ് നമ്മുടെ മാതൃക മറക്കരുത്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ആമേൻ.